അഞ്ജു അഞ്ജു നന്നായി ചിത്രം വരയ്ക്കുമല്ലേ? ഇത് ചോദിക്കാനാണോ നീ എന്നെ വിളിച്ചോ? അല്ല, FB ഒരു കുട്ടിയെ വരച്ച് കണ്ടു. ആരത്? ഒരു സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടിയാണോ? അവൻ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഇപ്പോഴും മായാത്തൊരു മുഖം. എന്റെ കുഞ്ഞനുജന. അനുജനോ? സ്വന്തമല്ല, എന്റെ ബസ്സിലുണ്ടായിരുന്നേ. എടാ, നീയല്ലേ ഇന്നലെ എന്റെ കടയിൽ ബാറ്റ് വാങ്ങിക്കാൻ വന്നത്? ഇപ്പൊ കളിക്കുന്നുണ്ടോ? എന്റെ അടുത്ത് അവൻ ഇരിക്കുള്ളൂ ബസ്സിൽ. എന്റെ കൂടെ അവൻ ആഹാരം കഴിക്കുള്ളൂ. അവനിപ്പോ വലിയ പയ്യനായി കാണും. അഞ്ജുവിനെ പെണ്ണ് കാണാൻ തക്കോത്ത. പെണ്ണ് ചോദിക്കാനോ? എന്നെയോ? എടാ, അവൻ എന്നെക്കാളും 4 വയസ്സിന് ഇളയതാ. ഇപ്പോഴും അവൻ എന്റെ മനസ്സിൽ മായാതിരിക്കണമെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ അവനെ എത്രത്തോളം ഓർക്കുന്നുണ്ടാവും. 9-ാം വയസ്സിൽ എന്നെ അമ്മയുടെ നാട്ടിലേക്ക് മാറ്റി. അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ കാണാതായതാ. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ അവനെ കാണാൻ ആഗ്രഹിച്ചായിരുന്നു. എപ്പോഴെങ്കിലും കാണുമായിരിക്കും. അവനിപ്പോ അഞ്ജുവിനെ വന്ന് പ്രപ്പോസ് ചെയ്തു ഇരിക്കട്ടെ. അപ്പൊ ഈ ഏജന്റ് കാര്യം പറഞ്ഞ് അവനെ തള്ളിക്കളയോ? അതിരിക്കട്ടെ. നിനക്കിപ്പോ അവൻ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് എന്താ കാര്യം? എനിക്കെന്താ ആവശ്യം? എനിക്കൊന്നുമില്ല. ഇല്ലല്ലോ. എന്നാ മിണ്ടാതിരിക്കും. മോനെ സച്ചു, സംഗതി കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ വർക്കൗട്ട് ആവുന്ന ലക്ഷണം കാണുന്നേ ഇല്ല. ഏടാ, 1 വയസ്സ് എളുപ്പം പോലെയല്ല 4 വയസ്സ് ഇളയതെന്ന് പറഞ്ഞ. പിന്നെ അതിനേക്കാളും സീരിയസ് ഇഷ്യൂ മറ്റേതല്ലേ. അവളുടെ മനസ്സിൽ നീ അവൾക്ക് പറക്കാതെ പോയ അനിയന. ആഴത്തിൽ പതിഞ്ഞു പോയ ബന്ധം. നാട്ടുകാരെന്ന് പറയും, വീട്ടുകാരെന്ന് പറയും, നിന്റെ കൂട്ടുകാരെ ഞങ്ങൾ പോലും സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ അവളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. പറയണം, പറഞ്ഞേ പറ്റൂ. ഷൈൻ കളി കഴിഞ്ഞ് ഇപ്പൊ എത്തും. അവൻ കൊണ്ടുവിടും തന്നെ. എനിക്കിത്ര നേരത്തെ പോണം. കുറച്ച് നോട്ട്സ് എഴുതി എടുക്കാനുണ്ട്. സാധാരണ ഈ പ്രേമം തുടങ്ങുമ്പോഴേ ഇതുപോലത്തെ സില്ലി നുണകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. ഇത് അതുവല്ലോ ആണോ? ആ കാര്യത്തിൽ അച്ഛന് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അല്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാനും അങ്ങനെ വല്ലതും ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചേ. പെണ്ണ് വല്ലോരും കയറി പ്രേമിച്ച എന്തോ ചെയ്യും? പ്രേമിക്കുമ്പോഴല്ലേ അപ്പൊ ആലോചിക്കാം. ആലോചിച്ചത് തന്നെ. നോക്കിക്കാണ ബോളറി. തുടരുത്. സോറി. സാരമില്ല. അണ്ണനെ കാണാൻ ആ പെണ്ണ് ഇങ്ങോട്ട് വരണ. അണ്ണനെ ഈ കിളപ്പിലാക്കിയില്ല ആ പെണ്ണ്. റിസപ്ഷൻ ഒന്ന് ചോദിക്കണം, ഞാൻ കേട്ട്. അവളിവിടെ വന്നു. അവളെ തന്നെ. സത്യം പറയും, ഓളും ക്യാപ്റ്റൻ തമ്മിൽ എന്താ ബന്ധം? ഞാനും അവളും തമ്മിലല്ലടാ. അവനും അവളും തമ്മിലാ. അവളും അവനും തമ്മിലാ. അവളും ഇവനും തമ്മിലാ. അമ്പട കള്ള. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ?
ഇന്നാലും ഈ സൂക്കട് കാണാൻ വന്ന മോശമായിപ്പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നും പറയാൻ പറ്റില്ല, അത് കല്യാണം കഴിഞ്ഞാലേ പറയാൻ പറ്റും. ക്യാപ്റ്റനായിട്ടൊന്നും കാര്യം. ഓക്കെ ബൈ. കുട്ടി അണ്ണനെ തന്നെ കാണാൻ വന്നതാണോ? നിന്റെ അമ്മൂമ്മ കാണാൻ വന്നടന്ന് അറിയാം.